നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്വർണ്ണക്കൊള്ളക്കേസ് മുരാരി ബാബു SIT കസ്റ്റഡിയിൽ. സ്വർണ്ണക്കൊള്ളക്കേസിൽ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു SIT കസ്റ്റഡിയിൽ. ഇന്നലെ രാത്രി 10 മണിക്കാണ് പെരുന്നയിലെ വീട്ടിൽ വെച്ച് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ദ്വാരപാലക ശില്പപ്പാളിയും കട്ടിളയും കടത്തിയ കേസുകളിൽ ഇയാൾ പ്രതിയാണ്. നിലവിൽ മുരാരി ബാബു സസ്പെൻഷനിലാണ്. ഇയാളെ തിരുവനന്തപുരത്ത് എത്തിച്ച് എന്നാണ് വിവരം. അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. കൊച്ചിയിൽ മരണപ്പാച്ചിലിനിടെ ആഡംബര കാർ വഴിയിൽ നിർത്തിയിട്ട കാറുകൾ ഇടിച്ചു തെറിപ്പിച്ചു. മദ്യലഹരിയിൽ വാഹനങ്ങൾ ഇടിച്ചു തകർത്തിട്ടും കാർ നിർത്താതെ പോയി. എന്നാൽ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ കാർ ഓടിച്ച കൊട്ടാരക്കര സ്വദേശി നിജേഷിനെതിരെ പോലീസ് കേസെടുത്തു. അപകടത്തിൽ കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചില്ലെങ്കിലും ആർക്കും പരിക്കില്ല എന്നത് ആശ്വാസമായി. രാത്രി ഉറക്കത്തിനിടെ ഓടുവീഴുന്ന ശബ്ദം കേട്ടുണർന്നു. പുറത്തേക്ക് ഓടിയതിനാൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. തലസ്ഥാനത്ത് ഇടതടവില്ലാതെ മഴ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നഗരത്തിലും മലയോരങ്ങളിലും നാശമുണ്ടായതിനു പുറമെ തീരദേശ മേഖലയിലും നാശനഷ്ടമുണ്ടായി. അടിമലത്തുറയിൽ ഓടുമേഞ്ഞ വീടിന്റെ മേൽക്കൂര തകർന്നു. ശബ്ദം കേട്ട് ഉണർന്ന് പുറത്തേക്കോടി രക്ഷപ്പെട്ടതിനാൽ വീട്ടുകാർ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. അടിമലത്തുറ അമ്പലത്തിൻമൂല സെന്റ് ആന്റണീസ് കുരിശടിക്ക് സമീപം ലൂർദ് മേരിയുടെ വീടാണ് തകർന്നത്. രാത്രി ഉറക്കത്തിനിടെ ഓടുവീഴുന്ന ശബ്ദം കേട്ട് ലൂർദ് മേരി ഭർത്താവ് പനിയടിമിനെയും മക്കളായ കൊച്ചുദ്രേസ്യ, ജോബിൻ എന്നിവരെ വിളിച്ചുണർത്തി പുറത്തേക്ക് ഓടുകയായിരുന്നു. തൊട്ടു പിന്നാലെ മേൽക്കൂര വലിയ ശബ്ദത്തോടെ തകർന്നു വീണു. കോഴിക്കോട്ടെ വീട്ടമ്മയെ ആറ്റിങ്ങലിലെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. പ്രതി പിടിയിൽ. ആറ്റിങ്ങലിലെ ലോഡ്ജ് മുറിയിൽ കോഴിക്കോട് സ്വദേശിനിയായ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. കോഴിക്കോട് വടകര സ്വദേശിയായ ആസ്മിനയുടെ മരണമാണ് കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തിയത്. പ്രതിയെ പോലീസ് പിടികൂടി. കൊല്ലപ്പെട്ട ആസ്മിനയെ ലോഡ്ജിലെത്തിച്ച ലോഡ്ജ് ജീവനക്കാരൻ ജോബി ജോർജിനെയാണ് കോഴിക്കോട് നിന്നും പിടികൂടിയത്. തിരുവനന്തപുരത്ത് കനത്ത മഴ. അടുത്ത 3 മണിക്കൂർ റെഡ് അലർട്ട്. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ അതിശക്തമായ മഴ തുടരുന്നു. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം ജില്ലയിൽ അടുത്ത 3 മണിക്കൂർ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ജില്ലയുടെ വിവിധയിടങ്ങളിൽ മണിക്കൂറുകളായി അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ വരെ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അറബിക്കടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും ന്യൂനമർദ്ദങ്ങളുടെ സ്വാധീന ഫലമായി അടുത്ത 3 ദിവസം കൂടി മഴ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.